ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കൈഫൽ ഹാൽ? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് മസാക്കിനുൽ ഹയവാനാത്ത്, മൃഗങ്ങളുടെ കൂടുകൾ, മൃഗങ്ങളുടെ താമസ സ്ഥലങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും താമസ സ്ഥലമുണ്ട്, നമുക്കൊക്കെ വീടുണ്ട് അല്ലേ? എന്നാൽ മൃഗങ്ങൾക്കും വീടുണ്ട്. അപ്പോൾ മൃഗങ്ങൾക്ക് വീടിന് നമ്മൾ പറയുന്ന പേരുകൾ എന്തൊക്കെയാണ്, അറബിയിൽ പറയുന്ന പേരുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യമായി ആട്, നമ്മുടെ ആടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആടിൻ്റെ കൂടിന് നമ്മൾ പറയുന്നത് അൽ ഒനമു ഫിൽ മർബൽ. മർബൽ എന്നാണ് ആടിൻ്റെ കൂടിന് പേര്, മർബൽ. അടുത്ത് തത്തൻ്റെ പൊത്ത്, മരത്തിൽ പൊത്ത് വെച്ചിട്ടാണ് തത്ത താമസിക്കൽ, അതിന് തജ്വീഫ് അൽ ബബ്ആവ് എന്നാണ് തത്തക്ക് പറയുക, അൽ ബബ്ആവ് ഫി തജ്വീഫ്. അടുത്ത് കാക്ക കൂട്ടിലേക്ക് പാറി വരുന്നു, കാക്ക കൂട്ടിലേക്ക് പാറി വരുന്നു. യതീറുൽ ഉറാബു ഇലൽ ഉഷി, യതീറുൽ ഉറാബു ഇലൽ ഉഷി. കൂട്ടുകാർ ഒപ്പം പറയണേ. അടുത്തത് കോഴി കൂട്ടിൻ്റെ മുന്നിൽ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ്, അതൊന്ന് പറയണം. തെഹ്റുജു ദജാജത്തു മിനൽ ഹുമ്മി, തെഹ്റുജു ദജാജത്തു മിനൽ ഹുമ്മി. അടുത്ത എലി മാളത്തുനിന്ന് പുറത്ത് വരികയാണ്, എലി മാളത്തുനിന്ന് പുറത്ത് വരികയാണ്. യഹ്റുജുൽ ഫഅറു മിനൽ അസി, യഹ്റുജുൽ ഫഅറു മിനൽ അസി. അടുത്തത് നായ കൂട്ടിൽ നിന്ന് കുരക്കുകയാണ്, നായക്കൂട്ടിൽ നിന്ന് കുരക്കുകയാണ്. അതിനെന്താ പറയുക? യൻബഹുൽ കൽബു ഫിൽ വിചാരി, യൻബഹുൽ കൽബു ഫിൽ വിചാരി. അടുത്തത് പശു തൊഴുത്തിൽ നിന്ന് പുല്ല് തിന്നാണ്, പശു തൊഴുത്തിൽ നിന്ന് പുല്ല് തിന്നാണ്. തഅ്കുലുൽ ബഖറത്തുൽ ഉഷ്ബ ഫിൽ ഹളീറ, തഅ്കുലുൽ ബഖറത്തു അൽ ഉഷ്ബ ഫിൽ ഹളീറ. അടുത്തത് നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹം, കാട്ടിലെ രാജാവായ സിംഹം ഇതാ അലറുകയാണ്, ഗർജിക്കുകയാണ്. അതിനെന്താ പറയുക? യഅ്സുറുൽ അസദു ഫിൽ അരീനി, യഅ്സുറുൽ അസദു ഫിൽ അരീനി. അടുത്തത് തത്ത കൂട്ടിൽ വളരെ വിഷമത്തോടെ നിൽക്കണം, കൂട്ടിൽ വളരെ നല്ല സൗകര്യമുണ്ട്. അൽ ബബ്ആഉ ഫിൽ ഖഫസി, അൽ ബബ്ആഉ ഫിൽ ഖഫസി.